ആ പെണ്ണ് അവളുടെ കൈകളിലെത്താൻ പാടില്ല. നിരഞ്ജനയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഫൈസിയോട് പറയുന്ന വിശ്വനാഥ്. സുധിയിലും ഒരു കണ്ണു വേണം. എല്ലാത്തിന്റെയും സൂത്രധാരൻ അവനാ. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത അമ്മാളുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിരഞ്ജന. തന്റെ സാറിനോട് ചെന്ന് പറഞ്ഞേക്ക് നിരഞ്ജന ഇവിടെ കൊണ്ടുപോയെന്ന്. ഇത് ചീറ്റിംഗ് ആണ്. അമ്മാളുവിനെ കുറിച്ചുള്ള ഫൈസിയുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സുധി. നിങ്ങൾ വിചാരിച്ച അവളെ കണ്ടുപിടിക്കാനാണോ പ്രയാസം? എനിക്ക് മനസ്സിലായി. സുധിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാം. രാത്രി മഴ തുടരുന്നു. പതുക്കെ ഇറങ്ങും. മരുന്നെല്ലാം എടുത്തല്ലോ അല്ലേ? വക്കീലമ്മ മാറി നിന്നാട്ടെ, ഞാൻ എടുത്തോളാം. വാ. വാ, കേറി വാ. ഇരിക്ക. മോളൊന്നും ഓർത്തും വിഷമിക്കണ്ട. മേരിയമ്മ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ നോക്കിക്കോളാം. വക്കീലമ്മ എന്റെ കുടിലി കാല് കുത്തിയതിനേക്കാൾ ഭാഗ്യം എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നെ എനിക്ക് നിന്നെ എന്നും വന്ന് കാണാനൊന്നും പറ്റില്ല. നിനക്കറിയാലോ, ഫൈസി എന്റെയും നിന്റെയും പിന്നാലെയുണ്ട്. ഞാനിന്ന് മേരിയമ്മയുടെ ഫോണിൽ വിളിക്കാം. പിന്നെ ഇത് നിന്റെ സ്വന്തം വീട് പോലെ കരുതണം. ഇവിടെ വന്ന് ആരും നിന്നെ പിടിച്ചോണ്ട് പോയില്ല. എന്നെ ഈ കടപ്പുറത്തുള്ളവരെയും കൊന്നിട്ടേ മോളെ ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂ. അക്ക നീങ്ക കിളമ്പുക. മോളെന്നാ കിടന്നോ. മേരിയമ്മ ഒന്ന് വന്നേ. ഓ, പറഞ്ഞതെല്ലാം മേരിയമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. കുറച്ച് റിസ്ക് ഉള്ള കേസ്. വക്കീലമ്മ എന്നെ വിശ്വസിക്കേ. അവളെ ആരും കൊണ്ടുപോകല. മേരിയായി പറയുന്നേ. പിന്നെ കഴിക്കാനുള്ള മെഡിസിനൊക്കെ അവളുടെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുത്തോളാം. അല്ല, എന്തിനാ ഇത്? അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഞാൻ ഈ കാശ് വക്കീലമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനോ? എന്റെ മോൻ ജോസിനെ രക്ഷിച്ചോണ്ട് വന്നോളാ വക്കീലമ്മ. അല്ലായിരുന്നെങ്കിലേ എന്റെ മോനിപ്പോ ജയിലിൽ കിടന്നേനെ. എന്റെ കണ്ണീര് കണ്ടിട്ട് 5 പൈസ ഫീസ് വാങ്ങാതെയല്ലേ വക്കീലമ്മ കേസ് വാദിച്ചത്. വക്കീലമ്മയ്ക്ക് ഒരാവശ്യം വന്നാ മരിക്കാനും തയ്യാറായി നടക്കുക എന്റെ മോൻ. ഞാൻ ഈ കാശ് വാങ്ങാനോ? വക്കീലമ്മ കാശ് ബാഗിലോട്ട് വെച്ചാട്ടെ, ഞാൻ വാങ്ങില്ല. മേരിയമ്മ അങ്ങനെ പറഞ്ഞാ എനിക്ക് വിഷമാവും. ഇത് വാങ്ങിയേ പറ്റൂ. ഒരു പ്രസവരക്ഷ നോക്കേണ്ടതല്ലേ? എന്നോടിത് വേണ്ടായിരുന്നു. ഞാനല്ലേ തരുന്നത്. വേണ്ടെന്ന് പറയാൻ മേരിയമ്മയ്ക്ക് പറ്റുമോ? പിന്നെ ജോസ് വരുമ്പോ ഞാൻ പോയെന്ന് പറഞ്ഞേക്കണം. പറയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിച്ചേക്കണം. ഇവിടെ ഒരാവശ്യവും വരില്ല. അവളെ കാണണോന്ന് തോന്നുമ്പം വക്കീലമ്മ ഇങ്ങോട്ട് വന്നാ മതി. എന്നാ ശരി. നിക്ക്. എന്താ ആ പെണ്ണിനെ നീ എവിടേക്കാ കൊണ്ടുപോയത്? ഏത് പെണ്ണിന്റെ കാര്യം അമ്മ പറയുന്നേ? നീ എന്നെ പരിഹസിക്കുകയാണോ? അമ്മാളുവിനെ പറ്റിയാണ് അമ്മ ചോദിച്ചതെന്ന് മനസ്സിലാവാത്തോണ്ടല്ല. ഞാനങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അമ്മാളു കേരളത്തിലേക്ക് വന്നതിന് തെളിവില്ല. IG വർമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിന്നതിനും അവൾ പ്രസവിച്ചതിനും തെളിവുകളില്ല. ഇപ്പൊ അവളെ ആര് സംരക്ഷിക്കുന്നു എന്ന് ചോദിച്ചാ അതിനും തെളിവില്ല. എന്തെങ്കിലും തെളിവുണ്ടാവണമെങ്കിൽ അവൾ ജനങ്ങളുടെ മുന്നിൽ വരണം. അതുവരെ അവളെ പറ്റി അന്വേഷിക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ ഈ വാദമൊക്കെ കോടതിയിൽ മതി. അവളെ ഹോസ്പിറ്റലിൽ നിന്ന് നീ കൊണ്ടുപോയത് എന്തിനാണെന്ന് എനിക്കറിയണം. അവളുടെ ജീവൻ അപകടത്തിലായോണ്ട്. അവളെ കൂടി അങ്ങ് ഇല്ലാതാക്കിയാ തെളിവുകളൊന്നും അവശേഷിക്കാതാവും. അഗതികളെ രക്ഷിക്കാൻ നീ ആരാടി? മദർ തെരേസയോ?
എല്ലാവർക്കും മദർ തെരേസ ആവാൻ പറ്റില്ലമ്മേ. അവരുടെ ജീവിതത്തിലെ ഒരു അധ്യായമെങ്കിലും ആവാൻ മനസാക്ഷിയുള്ള ആരും ഒന്ന് ആഗ്രഹിച്ചു പോവും. അത്രേ ഞാനും ചെയ്യുന്നുള്ളൂ. നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആ പെൺകുട്ടി മരിക്കുകയും കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തെങ്കിൽ നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുവോ? എന്താ നിനക്ക് മറുപടിയില്ലേ? ഹാ, നിന്നെ ഞാൻ കുറ്റം പറയില്ല. നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതേ ദേ ഇവനാ. അതമ്മ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? എനിക്ക് ചോദിക്കേണ്ടത് നിരഞ്ജനയോടാ. ആ പെണ്ണിനെ വെച്ചുള്ള നിന്റെ നീക്കം എന്താ അതെനിക്കറിയണം. അത് പറഞ്ഞിട്ട് നീ എന്റെ മുന്നിൽ നിന്ന് പോയാ മതി. ഇപ്പൊ അവക്ക് വേണ്ടത് എന്താണെന്ന് അമ്മയ്ക്കറിയാലോ. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമ്പോ അവളെ ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അതാര് പറഞ്ഞാലും എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയില്ല. ഇത് നാണക്കേടല്ലാതെ പിന്നെ എന്താണ്? ഈ സിറ്റിയിൽ തന്നെ ആ പെൺകുട്ടി ഉണ്ട്. ഇപ്പൊ ഒരു പകൽ അവസാനിച്ചു കഴിഞ്ഞു. നാളെ അത് സംഭവിക്കില്ലെന്ന് എന്തുറപ്പാണുള്ളത്? അമ്മാളുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടേ ഉള്ളൂ. ഉടനെ അവളെ പുറത്തു കൊണ്ടുവരാൻ നിരഞ്ജന തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം വീക്കാണ് അവൾ. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും കഴിയാതെ അവളെ മീഡിയയ്ക്ക് മുന്നിൽ എത്തിക്കാൻ നിരഞ്ജനയ്ക്ക് കഴിയില്ല. അവിടെയാണ് ഫൈസിക്ക് തെറ്റുപറ്റിയത്. ഏതെങ്കിലും ചാനലുകാരെ അവളെ കൊണ്ടുപോയ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ പോരെ? പിന്നെ അവളെ തൊടാൻ കഴിയും നിങ്ങൾക്ക്? നടരാജൻ പറയുന്ന പോലെ സംഭവിച്ചുകൂടുന്നില്ല. ഇതൊന്നും അറിയാത്ത വർമ്മ സാറ് കാര്യം കഴിഞ്ഞ് കിട്ടിയ സന്തോഷത്തിലാവും. ഒരു തലവേദന ഒഴിഞ്ഞുപോയ ആശ്വാസത്തിലായാണ്. വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വർമ്മ സാർ അറിയുന്നില്ല. ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്റെ മരുമകളാണെന്ന് കൂടി അറിയുമ്പോ ഞാൻ എന്ത് മറുപടി പറയും? നമ്മളിപ്പോ ഒറ്റ മനസ്സോടെ നീങ്ങണം. കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അവളെ കണ്ടെത്തണം. കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവൾ കേരളത്തിലുണ്ടാവരുത്. സർ. ഫൈസി എന്ന് ഹേമനൊന്ന് കാണും. ശരി സർ. എല്ലാവരും ഒന്ന് ഇളകിയിട്ടുണ്ട്. അമ്മാളുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നിരഞ്ജനയ്ക്ക് കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. അച്ഛനും ഫൈസിയും നെട്ടോട്ടം ഓടിയാൽ പോലും അമ്മാളുവിനെ ഇനി കണ്ടെത്താൻ കഴിയില്ല. അവൾ എവിടെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ആരും അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാതിരുന്നാൽ മതി. സുധിയോട് എന്തിനു ഞാൻ ഒളിച്ചു വെക്കണം? കടപ്പുറത്ത് മേരിമ്മയുടെ വീട്ടിലാ അമ്മാളു ഇപ്പോൾ. അവിടെ നിന്ന് അമ്മാളുവിനെ ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പേരെ കൊല്ലേണ്ടി വരും. പിന്നെ ഈ പ്രശ്നത്തിൽ സുധി ഇടപെടണ്ട. സുധി എത്രയും വേഗം കയറി പോവാനാ ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ടും ഇങ്ങനൊരു യാത്ര നേരത്തെ പ്ലാൻ ചെയ്തത് നന്നായി. ഞാൻ പോയിട്ട് നിരഞ്ജന എന്ത് ചെയ്യാനാ? ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് താമസം മാറ്റും. സുധി പോയാൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വഴി പിരിയുകയാ. നമുക്ക് രണ്ടുപേർക്കും ഇനി രണ്ടു വഴി. മനസ്സൊന്ന് ശാന്തമാവുമ്പം സുധി തിരിച്ചു വന്നാൽ മതി. അതിനുള്ളിൽ ജോയിന്റ് പെറ്റീഷനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. സീരിയസ് ആയിട്ടാണോ നിരഞ്ജന സംസാരിക്കുന്നത്? വിവാഹമോചനത്തെക്കുറിച്ച് ആരെങ്കിലും തമാശ പറയുമോ? സുധിയുടെ ജീവിതത്തിൽ ഞാൻ ഒരു സ്വാധീനവും ചെലുത്താത്തതുകൊണ്ട് സുധിയെ സംബന്ധിച്ച് ഇതൊരു ഷോക്കാവില്ല. പിന്നെ സുധി എനിക്കൊരു അഡ്രസ്സും ഉണ്ടാക്കി തന്നു. ഇനി സന്തോഷത്തോടെ നമുക്ക് പിരിയാം. സുധി സിംഗപ്പൂരിൽ ഇറങ്ങിയിട്ട് സുധിക്ക് ഞാനൊരു വിവരം കൈമാറും. അതെന്താണെന്ന് എന്നോടിപ്പോൾ ചോദിക്കരുത്.
ചേച്ചി ചേച്ചി എന്താ അർച്ചനെ? എന്താ? വെള്ളം ഇരിപ്പുണ്ടോ ചേച്ചി? ഇതില് വെള്ളം പിള്ളേര് തീർത്തു. ദാ മതി. എന്താന്നറിയത്തില്ല, തൊണ്ടയ്ക്കൊരു വരൾച്ച. ഷുഗർ കൂടിയോന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോണെന്ന് പറയുന്നത് അതുകൊണ്ടാ. നീ കിടക്ക്, ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവയ്ക്കാം. എത്ര ദിവസമായിടി ഞാനിവിടെ കൊതുകടിയും കൊണ്ട് കിടക്കുന്നു. ഇറങ്ങി വരാൻ നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയല്ലോ? അടുത്തേക്ക് വരരുത്. മിണ്ടാതെ നിക്കടി. നിന്നെ ഒന്ന് ഇണക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ആരടി പേടിക്കുന്നേ? മിണ്ടരുത്, മിണ്ടരുത്. ചേച്ചി ശബ്ദം ഉണ്ടാക്കരുത്. അർച്ചന എഴുന്നേക്ക്. എടി, ആരും അറിയത്തില്ല. അയ്യോ അമ്മേ, എന്തു പറ്റി? അമ്മേ, അമ്മേ, എന്തു പറ്റി അമ്മേ? പേടിക്കണ മക്കളെ, പുറത്താരോ വന്ന് നിന്നു. അമ്മ അത് കണ്ട് പേടിച്ചതാ. ചേച്ചി അമ്മേ, അവളെന്തോ കണ്ട് പേടിച്ചതാ. ശേ, ഉറക്കവും പോയി. നീ ഒന്ന് കിടക്ക്. അമ്മ കരയല്ലേ മക്കളെ? അമ്മ എന്ത് കണ്ടാ പേടിച്ചത്? മാമ അമ്മ തല്ലിയോ? എന്റെ കുട്ടികളോട് ഞാൻ എന്ത് പറയും? ഇനി ഇവിടെ നിൽക്കണ്ട മക്കളെ, നമുക്ക് പോകാം. ഈ രാത്രി നമ്മൾ എവിടെ പോവാനാ അമ്മ? നേരെ ഒന്ന് വെളുത്തോട്ടെ. മക്കൾ ചെന്ന് കിടക്ക. അമ്മ പുറത്തേക്ക് പോവില്ലേ? ഇല്ല, നിങ്ങൾ ചെന്ന് കിടക്ക്. അമ്മ ഇവിടെ തന്നെ കാണും. പോ. കാർത്തികേയനെയാ അയാളെ ഇങ്ങോട്ട് വരുത്തിയത്. ആ ധൈര്യത്തിലാ അയാൾ എന്നോട് പണത്തിനു വേണ്ടി അവൾ എന്നെയും ഒറ്റിക്കൊടുത്തു. ഇവിടെ വന്ന് കാണിച്ചതൊക്കെ അവളുടെ നാടകമായിരുന്നു. നാളെ ഞാനും എൻ്റെ മക്കളും എൻ്റെ വീട്ടിലേക്ക് പോകും. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം. വീട് പൂട്ടി പോകാനാ. അല്ലെങ്കിൽ അയാൾ ഇവിടെ താമസിച്ചെന്ന് വരും. ചേച്ചി പോയാ ഞാൻ എന്ത് ചെയ്യും? നിന്നെ കാത്തുരക്ഷിച്ചോളാന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടില്ലല്ലോ. ഇവിടെ വെച്ച് കണ്ടതല്ലാതെ നിന്നെ പറ്റി എനിക്കൊന്നും അറിയില്ല. നീ പറഞ്ഞ അറിവേ ഉള്ളൂ. എനിക്കിപ്പോ വലുത് എന്റെ മക്കളുടെ ഭാവിയാ. വന്ന് കിടക്കമ്മേ. ഇന്നിപ്പോ നേരെ ഒരുപാടായി. നാളെ പോകുന്നതിന് മുമ്പ് ഞാൻ കാർത്തിയാനെ വിളിച്ച് പറയും. അവള് വന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ പോവും. അതിനൊരു മാറ്റവും ഇല്ല.
ആശാനില്ലേ മോളെ? ആ അശോകൻ ചേട്ടനോ? അകത്തിരിക്കുക, അച്ഛനുണ്ട്. ആ കോയമ്പത്തൂരിൽ നിന്ന് എപ്പോ എത്തി? രാവിലെ എത്തി. ഞാൻ വണ്ടിക്കാരെന്നപ്പോഴാണ് ആശാനെ വിളിക്കുന്നത്. അപ്പം തന്നെ ചെവളുടെ വർഷാപ്പിൽ പോയി മുത്തുനെ കണ്ടു. അവൻ വല്ലതും വിട്ടു പറഞ്ഞോ? ഒരു ഫുള്ള് പൊട്ടിച്ചപ്പോൾ അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അർച്ചനയുടെ പ്രസവത്തിനാണ് ചെവള നാട്ടിലെത്തിയത്. കാർത്തിയാനിയെ അറിയിക്കാതെ വരവ്. വർഷാപ്പ് മുത്തുവിനെ ഏൽപ്പിച്ചു. ഇനി പ്രസവം കഴിഞ്ഞ് അവളെയും കൊണ്ടേ അങ്ങോട്ടുള്ളൂന്നാ ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ കരുതിയ പോലെ തന്നെ കാര്യങ്ങൾ. അർച്ചനയുള്ള ഏതോ വീട്ടിലാ ചെവളുടെ താമസം. കാർത്തിയാനിക്ക് അതിൽ ചെറിയ മുഷിച്ചിലുണ്ടത്രേ. സ്ഥലം എവിടാന്ന് വല്ല വിവരവും കിട്ടിയോ? അതിനെപ്പറ്റി അവൻ അറിയില്ല. 2-3 ആഴ്ച അണ്ണൻ ഒരു കേസും എടുക്കുന്നില്ലെന്ന് അവൻ പറഞ്ഞത്. നിങ്ങളൊന്നകത്തോളൂ. അവളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ചെയ്യണം ആശാനെ. അല്ലെങ്കിൽ അവളുടെ കാര്യം കഷ്ടത്തിലാവും. പനങ്കിളി പോലത്തെ ഒരു പെണ്ണല്ലേ. വിശാഖപട്ടണത്തുള്ളൊരു തെലുങ്കനുമായിട്ടാണ് ചെവള കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് ഫോട്ടോ കാണിച്ചിട്ടാ കച്ചവടം. വെറുതെയാണ് അവൻ അവിടെ നിന്ന് കുറ്റിയും പറിച്ച് വന്നത്. അഡ്വാൻസ് അവൻ കൈപ്പറ്റിയെന്നാ മുത്തു പറഞ്ഞത്. അണ്ണൻ ഈ പെണ്ണിനെ കൊണ്ടുവരാൻ പോയെന്ന് അവൻ പറഞ്ഞത്. അവളുടെ ഫോട്ടോ എങ്ങനെ ചെവളുടെ കയ്യിലെത്തി? കുറെ കാലം കാർത്തിയാനയുടെ കസ്റ്റഡിയിലായിരുന്നില്ലേ? ഫോട്ടോയ്ക്കാണ് പ്രയാസം. നമ്മളൊന്ന് ഇറങ്ങിയ ചെവള നമ്മുടെ കയ്യിരിക്കും. അവനങ്ങനെ വീട്ടിൽ ചടഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. ചെവള പുറത്തു വരും. ആശാൻ അവനെ കണ്ട സ്ഥലമുണ്ടല്ലോ, അവിടെയുള്ള ബിവറേജിന് മുന്നിൽ ഒരു പകല് കാത്തു നിന്നാൽ മതി. അവൻ വന്ന് ചാടും. അവന് പരിചയമില്ലാത്ത ആരെങ്കിലും നമ്മൾ കൊണ്ടുപോകണം. എന്നിട്ട് അവൻ പോകുന്ന വഴി പിടിച്ച് ഇയാളും പോട്ടെ. ആശാൻ വാ. നീ വാ. ചേച്ചി, അച്ചേച്ചിനെ എന്ത് ചെയ്യും? നമ്മൾ എവിടെ പോകുന്നമ്മേ? അമ്മൂമ്മയുടെ വീട്ടിലേക്ക്. ചേച്ചി നമ്മുടെ ഇവിടെ വരുന്നുണ്ടോ അമ്മേ? ഇല്ല മോളെ, ചേച്ചിയെ കാർത്തിയാനി വന്ന് കൊണ്ടുപോകും. നമുക്ക് ചേച്ചിയും കൂടെ കൊണ്ടുപോകാമേ. എന്നിട്ട് വേണം ആ റൗഡി അവിടെയും കയറി വരാൻ. മാനം പേടിച്ചിട്ട് എവിടുന്ന് പോകുന്നത്? നിങ്ങൾ ചെന്ന് ഡ്രസ്സ് മാറ്. ചെല്ല്. ചേച്ചി അപ്പോ പോകാൻ തന്നെ നിശ്ചയിച്ചോ? നിനക്ക് ഇനി അത് മനസ്സിലായില്ലേ? എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്താ ചന്ദ്രി? കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. ഞാൻ എന്റെ മക്കളെ കൊണ്ട് തറവാട്ടിലേക്ക് പോകുക. അപ്പൊ അർച്ചനയോ? ആ, അത് ഞാനെന്തിനറിയണം? അവളെ പുറത്തിറക്കി വീട് പൂട്ടിയാ ഞാൻ പോകുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരൂ. നീ കൊണ്ടുവന്ന് വിട്ട പെണ്ണിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നീ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാലോ. ചെവള ഇവളെയും കൊണ്ട് പോകും. പിന്നെ എന്നോട് വന്ന് ചോദിക്കരുത്. ഞങ്ങൾ ഇറങ്ങുക. നീ വീട് പൂട്ടി പോകരുത്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. നീ വരുന്നവരെ കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഇറങ്ങുക. ചന്ദ്രി, നീ പോവരുത്. ഉടനെ ഞാൻ അവിടെ എത്താം. ഞാൻ വന്നിട്ട് നീ പോകാവേ. അവള് വരികയോ വരാതിരിക്കുകയോ എന്ത് വേണേ ചെയ്യട്ടെ. ഇനി ഞാനും എന്റെ പിള്ളേരും ഇവിടെ നിൽക്കില്ല. ചേച്ചി, എനിക്കൊന്നും ഇനി നിന്റെ കാര്യത്തിൽ ചെയ്യാനില്ല. എനിക്കെന്റെ മക്കളെ വളർത്തണം. ഞാൻ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ട്. அவங்க கிளம்பிட்டியா? இல்லைண்ணா, எல்லாரும் ஒர்க் தான் இருக்காங்க. ஒர்க் எல்லாம் வண்டியில் ஏற்றி கொண்டு போயிட்டாங்க. முனுசாமியோட ஆளுங்க என் கை காலெல்லாம் கட்டிட்டு அடிச்சு போட்டுட்டாங்கண்ணா. அண்ணா, நீங்கள் சீக்கிரமாக வாங்க, இல்லைன்னா ஒர்க் அவங்க வித்துடுவாங்க. நீங்கள் ஊரு விட்டே போயிட்டுங்கன்னு முனுசாமி சொல்கிறா.
நாளைக்கு ஜேசிபி கொண்டு வந்து ஒர்க் ஷாப் இடிக்க போறேன்னு சொல்றா. நீங்க வரலன்னா எல்லாமே போயிடும். சீக்கிரமா வாங்கண்ணா. சரி, போன வேடா, நாளைக்கு நான் வரேன். ஆ, നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്ത് ധൈര്യത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്? ഞാൻ എങ്ങോട്ട് പോവും ചേച്ചി? നീ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയാനാ? ദേ, നിങ്ങൾ പോയി ബാഗൊക്കെ എടുത്തു വയ്ക്കുക. ചെല്ല്. നിന്നെ വേണമെങ്കിൽ കാർത്തിയാനി വരും.